ഹായ് എവ്രി വൺ, വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. അപ്പൊ നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഡിസംബറിലെ NDA UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷമുള്ള അതിന്റെ ഒരു അനാലിസിസ് അല്ലെ. ആ ഒരു വീഡിയോയ്ക്കായിട്ട് ഒരുപാട് കുട്ടികൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, നിങ്ങൾ എഴുതിയ എക്സാം ആണ്, അതിന്റെ ഒരു ചെറിയ റിവ്യൂ. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുമോ? പരീക്ഷ എഴുതിയതിന് ശേഷമുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു ചിന്തയാണല്ലോ അത്. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിനകത്ത് മിസ്റ്റേക്സ് ഉണ്ടോ, അത് നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുമോ? സാധിക്കും. ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ NDA UGC നെറ്റ് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഉണ്ട്. ഓക്കെ, അപ്പൊ കുട്ടികൾ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഈ ചോദ്യങ്ങൾ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? പക്ഷെ ചിലതിനകത്തൊന്നും നമുക്ക് ചലഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള സാധ്യതകളില്ല. കാരണം കൃത്യമാണ്, ഉത്തരം കൃത്യമാണ്, നമ്മുടെ കൺഫ്യൂഷൻസ് മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാനായിട്ട് സാധിക്കും, അധ്യാപകരോട് ചോദിക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല എങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ സ്വന്തമായിട്ട് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ വരുത്താൻ സാധിക്കും. അപ്പൊ നമുക്ക് ഷ്യൂരിറ്റി ഉള്ള ചോദ്യങ്ങൾ നമ്മൾ ചലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ള ചോദ്യങ്ങളൊക്കെ തന്നെ കമന്റ് ബോക്സിലും ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിപ്ലൈസും നമ്മൾ നൽകാം. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് ആദ്യം നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ NDA UGC നെറ്റ് ഡിസംബർ 2025 എക്സാം? ഓക്കെ, അതായത് നമ്മുടെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസിയും അല്ല, അതുപോലെ തന്നെ എക്സ്ട്രാ ഡിഫിക്കൽട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും പറയാൻ സാധിക്കില്ല അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ പറയുന്നതാണ്, പഠിപ്പിക്കുമ്പോൾ പറയുന്ന കാര്യം തന്നെയാണ്. മാച്ചപ്പ് ചോദ്യങ്ങൾ വരും. എത്ര മാച്ചപ്പ് ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു? 10ന് പുറത്ത് മാച്ചപ്പ് ചോദ്യങ്ങൾ നമുക്ക് വന്നു അല്ലെ. ആ മാച്ചപ്പ് ചോദ്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എപ്പോഴും പറയും, ഒരു കഥാപാത്രവുമായി ബന്ധപ്പെട്ട് എന്താണ് ആ കഥാപാത്രം വരുന്ന ബുക്ക് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റൈറ്റേഴ്സിനെയും അവരുടെ എസ്സേസിനെയും തമ്മിൽ ബേക്കന്റെ ഒക്കെ കേസിൽ നമ്മൾ കണ്ടതാണ് അല്ലെ. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു അല്ലെ. അപ്പം ലിസ്റ്റ് എയും ലിസ്റ്റ് ബിയും തമ്മിൽ മാച്ച് ചെയ്യുന്ന ചോദ്യങ്ങൾ. ഇനി അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾ കണ്ട ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങളായിരിക്കും അല്ലെ. ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ്, ഫ്രൂയിഡിന്റെ ഒക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള കേസസ് തന്നിട്ട് ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്, അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്, ഇതൊക്കെ കണ്ടെത്താനായിട്ടുള്ള സാധ്യതകൾ അല്ലെ, അല്ലെങ്കിൽ ഓപ്ഷൻസ് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ലെവലിൽ പഠിച്ചവർക്ക് ഉറപ്പായിട്ടും അതിനൊക്കെ ആൻസർ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവും. മാച്ചപ്പ് ചോദ്യങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്നുള്ള റിവ്യൂസ് കുറവാണ്. പൊതുവെ കുട്ടികൾ പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്ന മാച്ചപ്പ് ചോദ്യങ്ങൾ അതുപോലെ നോക്കിയിട്ട് പോയവർക്ക് പറ്റിയിട്ടുണ്ട്, ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അല്ലെ. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതായ ചോദ്യങ്ങൾ ഈ വർഷം അതുപോലെ റിപ്പീറ്റ് ചെയ്യപ്പെട്ടു വന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയുള്ള ധാരാളം സാധ്യതകൾ, അത്യാവശ്യം നല്ല ഒരു എക്സാം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് അല്ലെ. അതായത് കൃത്യമായി പഠിച്ചവർക്ക് മാത്രം എന്താ പറയാ, അല്ലെങ്കിൽ കൃത്യത അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നതിന്റെ ഒരു വലിയ സാധ്യത നമ്മൾ കണ്ടൊരു പരീക്ഷ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുനിന്നും കടന്നുപോയത് അല്ലെ, അല്ലെങ്കിൽ ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ഇനി വരുന്ന എക്സാമിലേക്കുള്ള നമ്മുടെ വലിയൊരു എന്താ പറയാ പ്രതീക്ഷയും, അതുപോലെ തന്നെ കൂടുതലായിട്ട് എന്ത് പഠിക്കണം അല്ലെ, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇനിയും വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യണം എന്നൊക്കെയുള്ള കുറെ സ്ട്രാറ്റജീസും നമുക്ക് അടുത്ത പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ജൂൺ പരീക്ഷയ്ക്കായിട്ട് നമുക്ക് കരുതി വെക്കാനുണ്ട് അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് ചലഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. ചലഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടോ? ഓരോരുത്തർക്കും അല്ലെ, ഒരു കുട്ടിയിൽ നിന്ന് നമുക്കൊരു 10 ചോദ്യങ്ങൾ വരെ കൺഫ്യൂഷൻ ലിസ്റ്റിൽ നിന്ന് കിട്ടും അല്ലെ. ഇത് കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ഇത് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതല്ലല്ലോ ഉത്തരം, ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ കാണാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ചോദ്യം നോക്കിക്കേ. According to Freud's example in his interpretation of dreams, the psychoanalytic critic tends to associate symbols with images. Which of the following symbol is not correct in that context? Okay, അതായത് നമുക്കിവിടെ പറയുന്നുണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് തന്നെയാണ് അല്ലെ. മൈൻഡിനെ കുറിച്ചും സൈക്കിയെ കുറിച്ചും ഒക്കെയാണ് ഏറ്റവും കൂടുതലും സ്റ്റഡിയും ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ എന്താണ് ഫ്രൂയിഡിന്റെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന പുസ്തകം ഉണ്ടല്ലോ, ഒരുപാട് സർക്കുലേഷൻ നടന്നിട്ടുള്ള വളരെ ഗംഭീരമായ ഒരു പുസ്തകമാണ് അല്ലെ. സോ ദ സൈക്കോ അനാലിറ്റിക്കൽ ക്രിട്ടിക് ട്രൈ ടു അസോസിയേറ്റ് സിംബൽസ് വിത്ത് ഇമേജസ് അല്ലെ. സിംബലുകളെ ഇമേജുകളുമായിട്ട് ക്ലബ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അല്ലെ. സിംബലുകളെ ഇമേജുകളായിട്ട് എന്താണ് ക്ലബ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്നുള്ള ടേംസിൽ കുറെ ഐഡിയാസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ലിബിഡോ, അതുപോലെ തന്നെ സെക്ഷുവൽ ആർച്ച്, ഇങ്ങനെയുള്ള ഒരുപാട് ടേംസിന് എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ടും ഫ്രൂയിഡിന് സാധിച്ചിട്ടുണ്ട് അല്ലെ. സോ വിച്ച് ഓഫ് ദ ഫ്ലോയിങ് സിംബൽ ഈസ് നോട്ട് കറക്റ്റ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്? അതായത്
കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് സിമ്പിൾ ആണ് കോണ്ടെക്സ്റ്റ് തെറ്റായിട്ട് വരുന്നത്? ഓക്കെ, വിച്ച് ഓഫ് ദ ഫ്ലോയിങ് സിമ്പിൾ ഈസ് നോട്ട് കറക്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ്? കോണ്ടെക്സ്റ്റിൽ തെറ്റായിട്ട് വരുന്ന സിമ്പിൾ ഏതാണ്? പോൺസ് as ഫീമെയിൽ ഓർ യോണിക് സിമ്പിൾസ്. ഓക്കെ, പോൺസിനെ ഫീമെയിൽ അല്ലെങ്കിൽ യോണിക് സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെന്ന് പറയുന്നു. ഫ്ലവേഴ്സ് as ഫീമെയിൽ ഓർ യോണിക് സിമ്പിൾസ്. ഓക്കെ, ഫ്ലവേഴ്സിനെ എന്താണ് നമ്മൾ ഫീമെയിൽ അല്ലെങ്കിൽ യോണിക് സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ടവേഴ്സ് as സിമ്പിൾസ് ഓഫ് സെക്ഷൽ പ്ലഷർ. അല്ലെ, ടവേഴ്സിനെ സിമ്പിൾ ഓഫ് എന്താണ് സെക്ഷൽ പ്ലഷർ ആയിട്ട് പറയുന്നുണ്ടോ? അടുത്തത് ലാൻസസ് as മെയിൽ ഓർ ഫാലിക് സിമ്പിൾസ്. ഓക്കെ, 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് വിച്ച് ഓഫ് ദ ഫ്ലോയിങ് സിമ്പിൾ ഈസ് നോട്ട് കറക്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ്? കോണ്ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ട് വരാത്തത് ഏതാണ്? തെറ്റായിട്ട് വരുന്നത് ഏതാണ്? ഓക്കെ, തെറ്റായിട്ട് വരുന്ന ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് വിച്ച് ഓഫ് ദ ഫ്ലോയിങ് സിമ്പിൾസ് ഈസ് നോട്ട് കറക്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് പരിശോധിക്കുമ്പോൾ നോട്ട് കറക്റ്റ്. ഓക്കെ, അതാണ് വീണ്ടും നോക്കേണ്ടത്. നമുക്ക് എപ്പോഴും വരുന്ന പ്രശ്നമാണ്, നമ്മൾ പെട്ടെന്ന് ചോദ്യത്തിന് ഉത്തരം എന്താണ് കണ്ടെത്താനുള്ള ധൃതിയിൽ നോട്ട് കറക്റ്റ് എന്നാണോ കറക്റ്റ് എന്നാണോ എന്നൊന്നും ചെക്ക് ചെയ്യത്തില്ല. അത്രയും അങ്ങോട്ട് പ്രാധാന്യം കൊടുക്കാതെ പോകും. ഇന്ത്യ UGC പരീക്ഷയ്ക്ക് ഒരിക്കലും അത് പാടില്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ കേസിലും നമുക്ക് അത് തന്നെയാണ്. നോട്ട് കറക്റ്റ് എന്ന് പറയുമ്പോൾ ടവേഴ്സ് ആർ സിമ്പിൾസ് ഓഫ് സെക്ഷൽ പ്ലഷർ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കറന്റ്ലി ഇല്ലേ ഇപ്പൊ വന്നിട്ടുള്ളത്. ഇപ്പൊ കറന്റ്ലി നമുക്ക് എന്താണ് ആൻസർ ആയിട്ട് ലോക്ക് ചെയ്യപ്പെട്ട് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രൊവിഷണൽ ആൻസർ കീയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ അത് തെറ്റാണ് അല്ലെ. ടവേഴ്സ് ആർ സിമ്പിൾസ് ഓഫ് സെക്ഷൽ പ്ലഷർ എന്ന് പറയുന്നത് ഈസ് നോട്ട് കറക്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം മൂന്നാമത്തെ ഓപ്ഷൻ ഇല്ലെ, മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് എന്താണ് ഇപ്പം വന്നിട്ടുള്ളത് തെറ്റാണ്. അത് നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ടവർ ഈസ് നോട്ട് ആൻ എക്സ്പ്ലനേഷൻ. ഓക്കെ, ആൻഡ് ഓൾസോ യു ക്യാൻ ഫൈൻഡ് എ റൈറ്റ് ഓപ്ഷൻ. അല്ലെ, റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. വിച്ച് ഓഫ് ദ ഫ്ലോവിംഗ് ഈസ് നോട്ട് എന്താണ് കറക്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിനകത്ത് നോട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു കോണ്ടെക്സ്റ്റ് കിട്ടത്തില്ല. കാരണം നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ ഇതെല്ലാം തന്നെ കോണ്ടെക്സ്റ്റിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കിട്ടുന്നത് അല്ലെ. അപ്പം നോ റൈറ്റ് ഓപ്ഷൻ. ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്കൊരു റൈറ്റ് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നോ റൈറ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് വരുന്നത്. നോ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്തുനിന്ന് ഒരു ഓപ്ഷൻ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ ഒരു ചോദ്യം ചലഞ്ച് ചെയ്യാനായിട്ട് നമുക്കൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, ചലഞ്ച് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഫ്രൂയിഡിന്റെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് അടക്കമുള്ള പുസ്തകങ്ങളും അതുപോലെ തന്നെ അതിനുള്ള കോണ്ടെക്സ്റ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ കിട്ടും. അടുത്തത് ലിസ്റ്റ് 1നെയും ലിസ്റ്റ് 2നെയും നമ്മൾ മാച്ച് ചെയ്യാനുണ്ടായിരുന്നു അല്ലെ. നോക്കിക്കേ, ഫ്രാൻസിസ് ബേക്കൺ, തോമസ് ഫുള്ളർ, എബ്രഹാം കൗളി, സർ തോമസ് ബ്രൗൺ, 3 റൈറ്റേഴ്സ് അല്ലെങ്കിൽ എസ്സേയിസ്റ്റുകൾ ഉണ്ട്. ഓഫ് മാരേജ്, ഓഫ് സോളിറ്റ്യൂഡ് ആൻഡ് എസ്സേ ഓൺ ഡെത്ത്, അതുപോലെ തന്നെ ഓഫ് ടോളറേഷൻ. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എങ്ങനെയെങ്കിലും കണക്ഷൻസ് ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുമോ? എന്തെങ്കിലും കണക്ഷൻസ് ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുമോ? സി നോക്കിക്കേ, ബേക്കന്റെ എസ്സേസ് ഏതൊക്കെയാണ്? ഇപ്പം ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല എസ്സേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്ത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുമോ? A1 എന്നെങ്ങാനും ടേംസിൽ തുടങ്ങുന്നതായിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ കൃത്യമായിട്ടുള്ള ഓപ്ഷന്റെ അപാകത അല്ലെ, കൃത്യമായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ സാധിക്കും? ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് വരുന്നത് കോംപ്രഹെൻഷൻ ഏരിയ ആണ്. ഓക്കെ, അതായത് നമ്മൾ കൃത്യമായിട്ട് ഇപ്പം എക്സാമിന് മുന്നേ പറഞ്ഞു വിടുന്നതാണ്, നിങ്ങൾ ആദ്യം ചോദ്യം വായിക്കുക. അതായത് എന്താ കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ കുറച്ച് ടാക്ടിക്സ് ഒക്കെ നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും, കുട്ടികൾക്കായിട്ട് പറഞ്ഞു കൊടുക്കും അല്ലെ. അപ്പൊ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ക്വസ്റ്റ്യൻ എത്ര ഉണ്ടെന്നൊന്ന് നോക്കിയതിന് ശേഷം ഈ പറയുന്ന കോംപ്രഹെൻഷൻ ഏരിയ നോക്കിയിട്ട് അതിൽ നിന്ന് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ പറയാറുള്ളതാണ് അല്ലെ. അപ്പം what does appear to be the danger of satire according to the author? Okay, അതായത് ഡേഞ്ചർ ഓഫ് സറ്റയർ ആയിട്ട് നമ്മുടെ ഓഥറിന് ഫീൽ ചെയ്യുന്നത് എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇതിന്റെ ശരിയുത്തരം എന്തേ വരുന്നത്? ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഇതാണ് നമുക്ക് ശരിയുത്തരമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നത്. കറന്റ്ലി ദിസ് ഈസ് ബീങ് ഗിവൺ ആസ് ദ ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതും ഒന്ന് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചലഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദ്യങ്ങൾ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതിനകത്താണ് നമുക്കൊരു പോസിബിലിറ്റി കാണാനായിട്ട് സാധിക്കുന്നത്. ചലഞ്ച് ചെയ്യാം, ഉത്തരം മാറി വരാം എന്നുള്ള പോസിബിലിറ്റി കാണാനായിട്ട് സാധിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ബിലോ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അവസരം യൂസ് ചെയ്യുക. ചലഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇനി ഇതിന് പുറമേ ചോദ്യങ്ങൾ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി, ചലഞ്ച് ദ ക്വസ്റ്റ്യൻ. ഇനി നമുക്കത് കറക്റ്റ് ചെയ്യപ്പെട്ട് വരികയാണെങ്കിൽ നമുക്കിപ്പം നെറ്റൊക്കെ കിട്ടാനായിട്ട് വളരെ ലെസ് എന്താ പറയാ, ഒരു കുറച്ച് മാർക്ക് കൂടെ മതി എന്നുള്ള സാഹചര്യത്തിൽ നിൽക്കുന്നവർ
പഠിക്കുന്നവർക്ക് അതൊരു വലിയ സഹായമായിരിക്കും. നെറ്റ് ഉറപ്പിച്ചിട്ട് ഇനി JRFിലേക്കാണ് നിങ്ങൾക്ക് ലക്ഷ്യമെങ്കിൽ അതിലേക്ക് പോകാനായിട്ടും ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു അവസരമായിട്ട് മാറും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഇതൊക്കെ ഒന്ന് നോക്കുക, കൃത്യമായിട്ടുള്ള അനാലിസിസ് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ലോജിക്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് തന്നെ നിങ്ങൾ ശ്രമിക്കുക. കൂടുതൽ ചോദ്യങ്ങൾ ഇനിയും ഉറപ്പായിട്ട് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് അല്ലെ. അതായത് ഇപ്പം നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ കണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാവും, ചലഞ്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെയുള്ള എന്താ പറയാ, നമുക്ക് എപ്പോഴും ബെറ്റർ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെ ചിന്തിക്കാം അല്ലെ. ആ പറയുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ കറക്റ്റ് ചെയ്യപ്പെട്ടു വരും, അല്ലെങ്കിൽ അതിന്റെയൊക്കെ തന്നെ മാർക്ക് നമുക്ക് ലഭിക്കും എന്നുള്ള കോണ്ടെക്സ്റ്റിൽ തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പൊ ചലഞ്ച് ചെയ്യാൻ കിട്ടിയ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.